നല്ല വായനക്കാരാകാം. ഹൗ ടു ഡെവലപ്പ് എ റീഡിംഗ് ഹാബിറ്റ്. എൻ്റെ കഥകളും കവിതകളും ചിന്തകളും കേൾക്കുന്ന നിങ്ങളെല്ലാവരും നല്ല വായനക്കാരാണെന്ന് ഉറപ്പാണ്. എന്നാലും എപ്പോഴെങ്കിലും വായനാശീലം നമ്മളിൽ നിന്ന് കുറച്ച് നീങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വീണ്ടെടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ക്വിക്ക് ടിപ്സാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് വീണ്ടെടുക്കാനുള്ള ടിപ്സ്. ഗിവ് പ്രയോറിറ്റി ഫോർ വാട്ട് യു ലൈക്ക് ടു റീഡ്. ഇഷ്ടമുള്ളത് വായിക്കുക. ഇടയ്ക്കെങ്കിലും ജോലി തിരക്ക് കാരണോ ഫാമിലിയിലത്തെ പ്രോബ്ലംസ് കാരണോ ചിലപ്പോഴൊക്കെ നമ്മുടെ വായനാശീലം കുറച്ച് നേരമെങ്കിലും കുറച്ച് ദിവസമെങ്കിലും കുറച്ച് മാസമെങ്കിലും നമ്മിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും ഇത്ര അധികം വായിച്ച എനിക്ക് ഇപ്പോഴൊന്നും വായിക്കാൻ സമയമില്ലല്ലോ എന്ന്. വിഷമിക്കേണ്ട. ആ വായനാശീലം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഇഷ്ടമുള്ളത് വായിക്കുക. ചിലർക്ക് കുട്ടി കുട്ടി കഥകളാവാം, ചിലവർക്ക് മോട്ടിവേഷണൽ തോട്ട്സ് ആവട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇഷ്ടമുള്ളത് വായിക്കുക. ചില സമയത്ത് വായന എൻ്റെ അടുത്തുനിന്ന് പോയിന്ന് തോന്നുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഈ പേപ്പറിലൊക്കെ വരുന്ന കോമിക് സ്ട്രിപ്സില്ലേ, അതൊക്കെ വായിച്ച് വായിച്ച് ആ വായനേനെ ഒന്ന് റീജുവനേറ്റ് ചെയ്യും. അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 ലൈൻ, പിന്നെ ഹാഫ് ഓഫ് ദ പേജ്, പിന്നെ ഫുൾ പേജ്, അങ്ങനെ 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 നിങ്ങൾക്കും ചെയ്തു നോക്കിക്കൂടെ? പിന്നെ ജോലിക്ക് പോയി തിരക്കാണ്, വീട്ടിലെ പണിയാണ്, അങ്ങനെയൊക്കെ തീരെ സമയമില്ലാത്ത ആൾക്കാർക്കും ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ. ഷെഡ്യൂൾ എ ടൈം ഫോർ റീഡിങ്. വായനയ്ക്കായി ഒരല്പസമയം. ധാരാളം യാത്ര ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ടാവാം. അപ്പോൾ ഒരു ചെറിയ പുസ്തകം എടുത്ത് വയ്ക്കുക വായിക്കാനായിട്ട്. ഇഷ്ടമുള്ള പുസ്തകം ഒരെണ്ണം ചെറുത്. അത് ചിലപ്പോൾ ചിലർക്ക് ഫിലോസഫി ഇഷ്ടാവും കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ക്വിക്ക് നോട്ട്സ് എഴുതാൻ പറ്റും. ഈ യാത്രകളുടെ ഇടയിലൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഞാൻ ദൂരയാത്ര ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കയ്യിലൊരു പുസ്തകം എന്തായാലും ഉണ്ടാവും. പണ്ടൊക്കെ നോവലായിരുന്നു വെച്ചാൽ ഇപ്പോഴൊക്കെ കൂടുതൽ ഫിലോസഫി പുസ്തകങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഫിലോസഫി എന്ന് വന്നു കേട്ടോ. വായന എന്ന് പറയുമ്പോൾ നമുക്കതൊരു മനോഹരമായ വേറൊരു ലോകമല്ലേ നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്കും? അപ്പോൾ നമ്മൾ വായനേനെ ഒരു ബോറടിയോടുകൂടി ചിന്തിക്കാണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വേറെ ഏതോ ലോകത്തേക്കാണ് ആ എഴുതിയ ഒരാൾ കൊണ്ടുപോകുന്നത്. കറക്റ്റ് അല്ലേ? കഥാകാരനോ കഥാകാരിയോ ആവട്ടെ, ആ പുസ്തകം എഴുതിയ ആൾ, അയാളുടെ ചിന്തകളുടെ ലോകം. അതിലും അപ്പുറം നമ്മൾ ആ വാക്കുകളെ എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നത്, നമ്മളിലേക്ക് എടുക്കുന്നത്, അതും വായനയുടെ വേറൊരു പ്രതലം തന്നെയാണ്. ഒരു സർഫസ് റീഡിംഗ് നടത്താറില്ലേ? അല്ലെങ്കിൽ ഒരു സൂപ്പർഫിഷ്യൽ റീഡിംഗ് നടത്താറില്ലേ? എന്താണ് ഇതിൽ ഉള്ളതെന്നറിയാൻ. ചില സമയത്ത് ചില പുസ്തകങ്ങളുടെ ക്ലൈമാക്സ് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കും ട്ടോ. ഒരു സൂപ്പർഫിഷ്യൽ റീഡിംഗ്. ചിലപ്പോൾ ഒരു ഡീപ്പ് റീഡിംഗ് ഉണ്ടാവില്ല. എന്നിട്ട് വായിച്ചു തീർന്നതിന് ശേഷം വീണ്ടും ഓരോ ലൈനും വീണ്ടും ഇരുന്ന് വായിക്കും. അങ്ങനെയും നമ്മുടെ ഇടയിൽ വായനയെ ഇഷ്ടപ്പെടുന്നവരില്ലേ? ഇനി വായനയെ വീണ്ടെടുക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട് ട്ടോ. എവ്രി ഡേ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഫോർ റീഡിങ്. അത് കാലത്ത് ഉറങ്ങി എണീറ്റിട്ടാവാം, അല്ലെങ്കിൽ കിടക്കാൻ പോണേറ്റ് മുന്നാവും. ആ ഒരു 10 മിനിറ്റ് നമുക്ക് കിട്ടുമല്ലോ 24 ഹവേഴ്സിൽ. ആ ഒരു 10 മിനിറ്റ് ഇഷ്ടമുള്ള എന്തെങ്കിലും വായിക്കുക. വാക്കുകളോട് സൗഹൃദം കൂടുക. വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ. ഈ വാക്കുകളെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് അവരെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് അവരെ ഏറ്റെടുക്കുക എന്നാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ അവരെയല്ല ഏറ്റെടുക്കുന്നത്. ശരിക്കും അവരാണ് നമ്മളെ ഏറ്റെടുക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ വാക്കും നമ്മളിലേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. നമ്മൾ ആ വാക്കിനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. വായിക്കുമ്പോൾ ഇഷ്ടമുള്ള വരകൾ നമ്മൾ ചിലപ്പോഴൊക്കെ കുറിക്കാറുണ്ടല്ലോ. ഇഷ്ടമുള്ള വരികൾക്കടിയിലൂടെ നമ്മൾ വരയ്ക്കാറുണ്ട് അല്ലേ? ഓരോ വരികൾക്കടിയിലൂടെയും നമ്മൾ വരച്ച് വരച്ച് പോവും. ഓരോ വരിയും നമ്മളെ അത്രമാത്രം സ്വാധീനിക്കും ചില സമയങ്ങളിൽ. ചിലപ്പോഴൊക്കെ ക്വിക്ക് നോട്ട്സ് എഴുതി പോവും അല്ലേ? ഇങ്ങനെ നല്ലതായിരുന്നു. അവിടെ ചില ബുക്ക് മാർക്സ് ഇട്ട് വയ്ക്കും. എനിക്ക് ബുക്ക് മാർക്സ് ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. നല്ല നല്ല ബുക്ക് മാർക്സ് ഉണ്ടാക്കി നല്ല ഭംഗിയിൽ ആ നമ്മൾ ഏത് ഭാഗമാണോ വായിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വെക്കുമല്ലോ ഒരു ബുക്ക് മാർക്ക്, പല സാറ്റിൻ റിബൺ കൊണ്ടും. അതും ഒരു ഹോബിയാണല്ലേ? പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ സമയമുള്ളവർക്കല്ലേ പറ്റുള്ളൂ എന്ന്. അല്ല കേട്ടോ. ഈ ക്വിക്ക് 10 മിനിറ്റ് റീഡിംഗ് ഇല്ലേ, 10 മിനിറ്റ്സ് റീഡിംഗ്, ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. വായനയുടെ പുതിയൊരു ലോകം നിങ്ങൾക്ക് മുന്നിൽ